ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഇടിയപ്പം നിറച്ച റെസിപ്പിയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ നിറച്ചിരിക്കുന്നത് പ്രോൺസ് ആണ്. ഇത് ഞാനൊരു ഹോട്ടൽ മെനുവിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കൂടെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലത്തെ നിറയെ റെസിപ്പി ഐഡിയാസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഒരു പാന് മീഡിയം ഹൈ ഹീറ്റിൽ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. പെരുംജീരകം ഒന്ന് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. ഈ സവാളയും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് ചെറുതായിട്ട് കളർ മാറുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇനി ഈ മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം പൊടിയായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്ന വരെ നമുക്കിത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഇനി ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് കിടന്ന് തക്കാളിയൊക്കെ സോഫ്റ്റായി ഒരു മസാല രൂപമാകുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ഗ്രേവി നമ്മൾ ഫോം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്രേവി റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിഷിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഇതിലേക്ക് പ്രോൺസ് ആണ് ചേർക്കുന്നത്. പ്രോൺസിന് പകരം നമുക്ക് വേണമെങ്കിൽ പനീരോ അല്ലെങ്കിൽ മഷ്റൂമോ അല്ലെങ്കിൽ ചിക്കനോ ആഡ് ചെയ്യാം. എന്നിട്ട് സെയിം ഇൻഗ്രീഡിയൻസ് സെയിം പ്രോസസ്സ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ നിറയ്ക്കാനുള്ള മിക്സ്ചർ റെഡിയാവും. അപ്പം ഞാൻ പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്താൽ മതി. എന്താ വെച്ചാൽ നമ്മൾ നിറച്ചിട്ട് പിന്നെയും വേവിക്കുമല്ലോ. അപ്പോൾ പ്രോൺസ് ഓവർ കുക്ക് ആവാണ്ടിരിക്കാനാണ് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ചെറുതായിട്ട് അരിഞ്ഞ് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നിറയ്ക്കാനുള്ള മിക്സ്ചർ വേണ്ടത്. ഇനി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടിയിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇടിയപ്പമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഇടിയപ്പ പ്ലേറ്റിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞു കൊടുക്കാം. ഞാൻ കുറച്ച് വലുതായിട്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. വേണമെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ടും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഫസ്റ്റ് ലെയർ നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ്ചർ പ്രോൺസിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെയും അതിൻ്റെ മുകളിൽ കൂടെ തിരിച്ചും ഇടിയപ്പം പിഴിയും.
ഇപ്പം നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ഇഡ്ഡലി കുക്കർ അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം ഈ ഇടിയപ്പം തട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം നിറച്ചത് റെഡിയാവും. അപ്പോൾ ഇത് സിമ്പിൾ റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.